ഞങ്ങളുടെ ടർക്കി യാത്രയുടെ ഒരു വീഡിയോയിൽ അടിയിൽ ഒരു പുള്ളിക്കാരനെ കമൻ്റാണിത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ടർക്കിയിലേക്ക് പോയതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയെക്കാട്ടിലും കൂടുതൽ ടർക്കിയെ ഇഷ്ടപ്പെടുന്ന ഒരു കപ്പിൾ എന്നാണ് പുള്ളി അതിനകത്ത് ആദ്യം കമൻറ്റ് ചെയ്തത്. ബാക്കിയായിട്ട് പുള്ളി കമൻറ്റ് ചെയ്തേക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി കൂട്ടുന്ന രാജ്യമാണ് ടർക്കി. അതുകൊണ്ട് ടർക്കിയിലേക്ക് ഞങ്ങൾ പോയതുകൊണ്ട് നമുക്ക് രാജ്യസ്നേഹം ഇല്ലാത്ത ആളുകളാണ്. അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളി ലാസ്റ്റ് ഒരു ഭാരത് മാതാ കി ജിയോ ജയ് ഹിന്ദ് ഒക്കെ പുള്ളി പറയുന്നുണ്ട്. ഇത്രയും ചിന്താഗതിയുള്ള ആളുകളുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ള കാര്യം, ഈ ടർക്കിയിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യക്കാർ ഞങ്ങളല്ല. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ പോകുന്ന ഒരു കൺട്രിയാണ് ഈ ടർക്കി. അവിടെ ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട് ടർക്കിയിൽ. അവിടുത്തെ എയർലൈൻസിലും IT ഡിപ്പാർട്ട്മെന്റ്സിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ടർക്കിയിലേക്ക് യാത്രകൾ പ്ലാൻ ചെയ്യുന്ന, പാക്കേജുകൾ ചെയ്യുന്ന ടൂർ കമ്പനികൾ നമ്മുടെ മലയാളികൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇവരെന്തും രാജ്യസ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടർക്കി എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഈ രാജ്യസ്നേഹത്തിന്റെ അളവുകോലിൽ ആരെയും നമ്മൾ അളന്നിട്ടില്ല. ഇപ്പൊ ഞങ്ങളെ യാത്രക്കിടയിൽ ഞങ്ങൾ ഒരു ഇന്ത്യൻ കപ്പിളിനെ പരിചയപ്പെട്ടു, ഹിന്ദിക്കാരാണ്. അവര് ഇന്ത്യയിൽ നിന്ന് കാശ് മുടക്കി നിൽക്കാം ടർക്കി കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർ രാജ്യദ്രോഹികളാണോ? യാത്രകൾ ചെയ്യുന്നത് ഈ പറഞ്ഞ രാജ്യസ്നേഹത്തിന്റെ അളവുകോലെന്ന് പറയുന്നത് നമ്മൾ പുതിയ പുതിയ കാഴ്ചകൾ കാണുക, പുതിയ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലൈഫിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പൊ അത് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് നമ്മൾ അത് കണ്ട കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിച്ചു തരണം എന്ന് തോന്നിയതാണ്. അപ്പൊ ഞാൻ ടർക്കി വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് വീഡിയോസ് ചെയ്യാൻ കിടപ്പുണ്ട്.